സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമസ്കാരം. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇന്ന് മലനാടൻ മറുനാടൻ എന്നാണ് അറിയപ്പെടുന്നത്. മലനാടൻ എന്നോ എന്തൊക്കെയോ പേരുകൾ ആളുകൾ വിളിക്കുന്നുണ്ട്. അസൂയക്കാരോ ശത്രുക്കളോ ഒക്കെ ഷാജൻ സ്കറിയയെ ആക്രമിച്ചു, വധിക്കാനായിട്ട് ഗൂഢശ്രമം, വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം കൊണ്ട്, കാര്യം ഷാജൻ സ്കറിയയുടെ കയ്യിലിരിപ്പേ ശരിയല്ല. സംഘപരിവാർ ശക്തികളെ ന്യായീകരിക്കാൻ വേണ്ടി ആരെ എന്തും പറയുന്ന ഒരു നിലപാടാണ് ഷാജൻ സ്കറിയക്ക്. നാട്ടിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ട്, കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളിൽ നേരിടുന്ന വർഗീയമായ ചേരിതിരിവുകളുണ്ട്. ഇതിനൊക്കെ ഒരു സൈഡിൽ അല്ലെങ്കിൽ വേറെ സൈഡിൽ ഷാജൻ സ്കറിയയെ കൂട്ടി വിളിക്കുന്നുണ്ട്. എന്തായാലും പോട്ടെ, ഒരു മാധ്യമ പ്രവർത്തന ഷാജൻ സ്കറിയയെ മർദ്ദിച്ചതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ഷാജൻ സ്കറിയ ചില സമയത്ത് പിന്നെ വീഡിയോ ഇടുമ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അവരുടെ ചെപ്പക്കുറ്റിക്ക് അടി കൊടുക്കണം, ചെപ്പക്കുറ്റിക്ക് പടി കിട്ടിയില്ലേ. അപ്പൊ ആരെയും ചെപ്പക്കുറ്റിക്ക് അടിക്കാൻ പാടില്ല എന്ന് ഷാജൻ സ്കറിയ മനസ്സിലാക്കണം. അപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് ആളിനെ കിട്ടിയ അടിക്കുന്നവർ ആരൊക്കെയാണ്, അടി കൊടുക്കേണ്ടവർ ആരൊക്കെയാണെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. മൊട്ടാരനാണ് ഏറ്റവും വലിയ ശത്രു ഷാജൻ സ്കറിയ. റിപ്പോർട്ടർ ചാനൽ. അപ്പൊ ശ്രീകണ്ഠൻ നായർ തീരെ കണ്ടുകൂടാ. അപ്പൊ അതിന്റെ ആവശ്യം എന്താണ്? ഷാജൻ സ്കറിയ ആയിരുന്നു. ഷാജൻ സ്കറിയയ്ക്ക് മുമ്പേ ശ്രീകണ്ഠൻ നായർ ഇവിടെ മീഡിയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യന് വളരെയധികം ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഷാജൻ സ്കറിയ. അതുപോലെ മീഡിയ വൺ, കേരളത്തിൽ നടക്കുന്ന ചാനലുകളിൽ സത്യസന്ധമായ ന്യൂസ് കൊടുക്കുന്നത് മീഡിയ വൺ ആണ്. അതായത് ആരോടും പ്രത്യേക വൈരാഗ്യമില്ല. പക്ഷെ അവർ മതേതരത്വ വിശ്വാസികളാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ, ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവരവരുടെ മതങ്ങൾ അനുസരിച്ച് അവരുടെ ജീവിത രീതി അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഭരണഘടനയിൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ആ അവകാശങ്ങളിൽ കൈവയ്ക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഷാജൻ സ്കറിയ പലപ്പോഴും നിലപാടുകൾ ഷാജൻ സ്കറിയാണ്. കാരണം മോഡിയെ താങ്ങാതെ ഒരു പരിപാടി ഷാജൻ സ്കറിയാക്കില്ല. ഇവിടെ മോഡി കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന എന്തെല്ലാം തെമ്മാടിത്തരങ്ങളുണ്ട്. അതായത് 8 ലക്ഷം കോടി രൂപ, 8 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പൈസയാണ്. ഇവിടെയുള്ള ഇന്ത്യയിലുള്ള വലിയ മുതലാളിമാരാ ആ പണം എഴുതിത്തള്ളി. ആരെടുത്തി വെച്ചിട്ട് എഴുതിത്തള്ളി? എന്താ 8 ലക്ഷം കോടി രൂപ മോഡിയുടെ കുടുംബസ്വത്താ എഴുതിത്തള്ളാൻ? പക്ഷേ കേരള ഗവൺമെന്റ്, കേരളത്തിലെ ജനങ്ങൾ മൊത്തം കടക്കാരായ 1 ലക്ഷം 2 ലക്ഷം കോടി രൂപയുണ്ട്. അതെന്താ എഴുതിത്തള്ളാത്തത്? അതും എഴുതിത്തള്ളില്ല. അപ്പൊ ഈ പണം ഉള്ളവന്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനാഢ്യരായ, ഗവൺമെന്റിനെ പറ്റിച്ച, ബാങ്കുകളെ കബളിപ്പിച്ചവരുടെ പണം, ആ പൈസ എഴുതിത്തള്ളി. ആരാണ് ഇയാളെ ചുമതലപ്പെടുത്തിയ ഈ മോഡി? അതിവിടെ ചർച്ചയാക്കില്ല, അതിനെ വിമർശിച്ചിട്ടില്ല. അതുപോലെ എയർ ഇന്ത്യ വിറ്റ് കാശ് വാങ്ങിച്ചു. വിറ്റിട്ട് എത്ര കാശ് കിട്ടി? വളരെ തുച്ഛമായ പൈസക്ക്. എയർ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന കടകൾ പോലും വീട്ടാതെ എയർ ഇന്ത്യയെ ദാനമായിട്ട് പിന്നെ ടാറ്റയ്ക്ക് കൊടുത്തു. അതിന് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾ എന്താണ് പറഞ്ഞത്? ചതിച്ചാണ് എയർ ഇന്ത്യയെ ഇന്ത്യ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമാക്കിയത്. ഇന്ത്യ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമാക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ ഗവൺമെന്റിന് 49% ഓഹരിയുണ്ട് എയർ ഇന്ത്യയുടെ. ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നത് വെറും 25%. ആ 25% പൈസ കൊടുത്ത് ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിച്ചത്. എന്നിട്ട് ചതിച്ചു എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികളാണ്. അപ്പൊ സംഘപരിവാർ ശക്തികൾ അപ്പോൾ സംഘപരിവാർ ശക്തികൾ അവരുടെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവര് ഏത് രീതിയിലായാലും ഹിന്ദുത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. വേറൊരു സമുദായക്കാരനും ഇവിടെ പാടില്ല. എന്നാൽ നിങ്ങൾ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? സംഘപരിവാറുകാർ ഒന്നും ചെയ്യുന്നില്ല. പാവപ്പെട്ട ഹിന്ദുക്കളായ മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഒരു സഹായം, അതായത് ഒരു പാവപ്പെട്ട ഒരു ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഒരു 25,000 50,000 രൂപ ഒരു ബാങ്കിൽ ചെന്ന് വായ്പ എടുത്തു കഴിഞ്ഞാൽ അവന്റെ വീട് ജപ്തി ചെയ്യും, അവന്റെ കൂട് ജപ്തി ചെയ്യും, അവന് നാണം കെടുത്തും മാനം കെടുത്തും. അതാണ് ഇവിടുത്തെ ബാങ്കിന്റെ പോളിസി. അതേസമയം വലിയ ധനാഢ്യരായ, കാശുകാരായ, വലിയ വ്യവസായികളായിരുന്ന പിന്നെ ആൾക്കാർ ലോൺ എടുത്താൽ അത് എഴുതി തള്ളും. ഇത് എവിടുത്തെ ന്യായമാണ്? എന്ത് ന്യായമാണ്? അപ്പൊ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷാജൻ സ്കറിയ. പിന്നെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്തുമാത്രം പ്രായമുണ്ട് ആ മനുഷ്യൻ? ഷാജൻ സ്കറിയയുടെ തന്തയുടെ പ്രായമില്ലേ? ആ മനുഷ്യനെ എന്തൊക്കെയാണ് പറഞ്ഞാൽ, എടാ വിജയ, പോടാ വിജയ, എന്നൊക്കെയാണ് വിളിക്കുന്നത്. വിജയനെ അങ്ങനെ ചെയ്യണം, വിജയനെ ഇങ്ങനെ ചെയ്യണം. അപ്പോ അത് അവനവൻ പിന്നെ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവനവന് ഇവിടെയും കിട്ടും, നാളെ ആഹ്ലത്തിലും കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഈ കാര്യം. അപ്പൊ ഷാജൻ സ്കറിയ ഇവിടെ കിട്ടി. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ ആരും സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു മാധ്യമ പ്രവർത്തനമാകുമ്പോൾ പല രീതിയിലും പല രംഗങ്ങളിലും നമ്മൾക്ക് എതിർപ്പുകൾ നേടിയേണ്ടി വരും. ചിലപ്പോൾ സത്യം പറയുമ്പോഴത്തേക്ക് എതിർപ്പുകളൊക്കെ നേടിയേണ്ടി, ശത്രുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. ഇത് വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തതാണ്. ഇത് അനാവശ്യമായ കാര്യങ്ങളിൽ സത്യം പിന്നെ ഷാജൻ സ്കറിയ ഇടപെട്ടു എന്നാണ്
മനസ്സിലാക്കുന്നത്. എന്തായാലും വധിക്കാൻ ഗൂഢശ്രമമൊന്നും നടത്തിയിട്ടില്ല, അതൊക്കെ ചുമ്മാണ്. പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ അടിയോ പിടിയോ ഉണ്ടായെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസെടുക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു ആക്സിഡന്റ് കേസാണ്, അവിടെ വന്ന് ഇപ്പൊ അടിച്ചു പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, അതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തായാലും ശരി, കേസെടുത്ത് അതിന്റെ നിയമപരമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവരും സന്തോഷമായും സഹകരിച്ചും ശത്രുതയില്ലാതെ ജാതീയമായ വേർതിരിവില്ലാതെ എല്ലാ ജാതിയും മതവും എല്ലാം അവനവന്റെ കാര്യങ്ങളാണ്, അതിലാരും കൈകടത്തണ്ട. അപ്പോൾ എല്ലാവരും സന്തോഷമായി സഹകരിച്ച് പരസ്പരം മനുഷ്യർക്ക് നന്മ ചെയ്ത് ജീവിക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.